കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്. നാളെയൊക്കെ തിരക്ക് തന്നെ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ തിരക്ക് തന്നെയാണ്. അവധി ദിവസമാണ്, വെക്കേഷനുമാണ്, എല്ലാം കൂടിയല്ലേ. വൈശാഖം തീരാറായി. അപ്പോൾ നമുക്കെന്തായാലും അതുപോലെ കല്യാണങ്ങളുണ്ട്. ഇനി ഏതായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് കാണുക, ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കണ്ട് അങ്ങനെ വന്ന് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക, ഗണേശനെയും കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഒക്കെ കാണാം. അത് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അപ്പുറം ഇപ്പുറം വെച്ച് അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും കണ്ട് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മേൽപ്പത്തൂര നാരായണീയം ജപിക്കാൻ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്ന ആ ഒരു പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണാണ്ട്, അങ്ങനെ നോക്കി വരുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്. അത് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, അതേപോലെ കാല് പിണച്ചു വെച്ചിട്ടുണ്ട. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. വേണു ഊതാൻ തുടങ്ങിയിട്ടില്ല, ഗാനം പൊഴിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാഴ്ച. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴുത്തിൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 എണ്ണം ഉണ്ട്. പിന്നെ തിരുനെറ്റിയിൽ ഗോപീതിലകമുണ്ട്. അതേപോലെ തന്നെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ 3 തിരുമുടിമാലുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും മിക്കവാറും 3 തിരുമുടിമാലകൾ കാണാറുണ്ട്. തെച്ചിയും തുളസിയും ആയിട്ടുള്ള, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്, അതുപോലെ തെച്ചിയും വെളുത്ത പൂവും ആയിട്ടുള്ളത്, അങ്ങനെ. പിന്നെ അതേപോലെ 2 ഉണ്ടമാലകൾ. ഉണ്ടമാല ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചുവന്ന താമരയാണ്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും, അങ്ങനെ 2 ഉണ്ടമാലകൾ, 3 തിരുമുടിമാല. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കുക. ഞാൻ എപ്പോൾ വേണു ഊതണം, ഏത് ഗാനം ആണ് ആലപിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ഏത് രൂപത്തിൽ, ഏത് ഗാനത്തിലാണ് ഭക്തരെ സന്തോഷിപ്പിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ടേ. അങ്ങനെ നമ്മളിപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്, ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ആ പുണ്യരൂപത്തെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. അപ്പോൾ കാര്യസാധ്യം ഉണ്ടാവും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണൻ്റെ ചിത്രമൊക്കെ കാണാം. പിന്നെ അങ്ങനെ വന്ന് സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് ഗണേശനെ കാണാം. ഗണേശൻ്റെ അവിടെ എത്തുമ്പോൾ ഒക്കെ തിരക്കുണ്ട്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ മുഖത്തൊക്കെ കുറച്ച് ചന്ദനശ്ശേ വെച്ചിട്ടുള്ളൂ. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, കഴുത്തിലൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്, അതുപോലെ കാതിൽ കുണ്ടലം ചാർത്തിയിട്ടുണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് അങ്ങനെ സരസ്വതിയാറിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഓദിക്കൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് പത്മനാഭസ്വാമിയുടെ അവിടെ നിന്ന് നല്ല മാലകളുണ്ട്, ധാരാളം മാലകളുണ്ട്. ചെണ്ടുമല്ലിമാലുണ്ട്, അതേപോലെ മുല്ല ഒട്ടിൻ്റെ മാലകളുണ്ട്, അങ്ങനെ ധാരാളം മാലകളുണ്ട്.
അവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മരുടെ ശരശയ്യയും അതേപോലെ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നതൊക്കെ കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് മുരുകനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വരെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിറയെ പൂക്കളുണ്ട്, അതേപോലെ തന്നെ ധാരാളം കുങ്കുമമുണ്ട്, അഭിഷേകം ഇങ്ങനെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ വന്ന് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയൊക്കെ കണ്ട് തൊഴാം. കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വാസുദേവര ഉണ്ണീനെ കൊണ്ടുപോകുന്ന അനന്തൻ്റെ കുടയിൽ പോകുന്ന ആ ഒരു കാഴ്ച കണ്ട് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ത് വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മേനെ കാണുമ്പോൾ അവിടെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നു മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട്, നല്ല ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജാക്കറ്റൊക്കെ ഇതായിട്ട് കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം ചുവന്ന പൂക്കളുടെ മാല ഉണ്ട്, കുറച്ച് തുളസി മാലയുണ്ട്, അതേപോലെ ശിവേലി വിഗ്രഹത്തിനുമുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട്. എന്നിട്ട് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിന് ശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ ഉണ്ണി കാല് പിണച്ചു വെച്ച് പൊന്നോടക്കുഴൽ മാറോട് ചേർത്ത് നിൽക്കുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്നാൽ ആ കിടാവൾക്ക് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയെ കാണുമ്പോൾ കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട് ചന്ദനം. മുഴുവനായിട്ടില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അതേപോലെ പാവ കൊണ്ട് ഒടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിലേക്ക് പോയാൽ അവിടേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തെ പൂന്താനം തിരുമേനിയുടെ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കാണാം. പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം അത് കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. പിന്നെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.